ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബംഗ്ലാദേശ് സൈനിക ക്യാമ്പുകൾ കെട്ടുന്നു. ഇന്ത്യ വളരെയധികം ജാഗ്രതയോടെയാണ് ബംഗ്ലാദേശിന്റെ ഈ പ്രവൃത്തി ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ 3 ശത്രുക്കൾ അവർ അതിർത്തിയിൽ ഒന്നിക്കാനുള്ള അവസരമാണ് ബംഗ്ലാദേശിന്റെ പുതിയ സൈനിക ക്യാമ്പുകൾ. റോഹിംഗ്യൻ മുസ്ലിങ്ങളുമായി ചേരുന്നു. ഒപ്പം തുർക്കിയുടെ ആയുധ വിന്യാസത്തിനായി ബംഗ്ലാദേശ് സാഹചര്യം ഒരുക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ബംഗ്ലാദേശ് സൈനിക ക്യാമ്പുകൾ നിർമ്മിക്കുന്നതിലൂടെ ഇന്ത്യ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണിത്. കാരണം ബംഗ്ലാദേശ് സൈന്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന നൈഖോങ് ചാരി എന്ന സ്ഥലത്താണ് ഈ പുതിയ സൈനിക താവളം വരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇവിടെ തങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് അവർ നൽകുന്ന വിവരം. ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിക്കടുത്തുള്ള ഈ പ്രദേശം സായുധരായ റോഹിംഗ്യൻ തീവ്രവാദികളുടെ ഗണ്യമായ സാന്നിധ്യമുള്ളതായ ഒരു സ്ഥലം കൂടിയാണ്. പുതിയ സൈനിക താവളം നിർമ്മിക്കുന്ന ആ ഒരു ഭൂമിയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനായി അവിടെ കൊടികൾ സ്ഥാപിച്ച് അടയാളപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത് എന്നാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബംഗ്ലാദേശ് ആർമിയുടെ 10ാമത് ഇൻഫൻട്രി ഡിവിഷന്റെ ആസ്ഥാനമായ കോക്സ് ബസാർ ജില്ലയിൽ ആയിരിക്കും, അതിന് സമീപമായിരിക്കും പുതിയ കന്റോൺമെന്റ് ഏരിയ നിർമ്മിക്കുക എന്നാണ് ബംഗ്ലാദേശ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബന്ദർബൻ ജില്ലയിലെ അവസാന ഗ്രാമമാണ് കിയോക്രഡോങ്. ബംഗ്ലാദേശ് മ്യാൻമാർ ഇന്ത്യ അതിർത്തിക്ക് വളരെ അടുത്താണ്. ഇന്ത്യൻ ഭാഗത്ത് മിസോറാം ജില്ലയിലെ ദുഡുകസോറയും തുടർന്ന് പർവയുമുണ്ട്. അവിടെ ഒരു BSF യൂണിറ്റ് എപ്പോഴും അതീവ ജാഗ്രതയോടെ നിലയുറപ്പിക്കുന്നുമുണ്ട്. ടെക്സ്നാഫിന് വടക്കും നൈഖോങ് ചാരിയിൽ നിന്ന്, അതായത് ബന്ദർബൻ ജില്ലയിൽ വളരെ അകലെയുമല്ലാത്ത സിൽഖാലിയിലും അവിടെ ഇപ്പോ ഇതിനുള്ള മുന്നോടിയായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. നിലം വൃത്തിയാക്കൽ, മണ്ണ് നിരപ്പാക്കൽ ജോലികൾ ആരംഭിച്ചതായിട്ടാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഒരു റിപ്പോർട്ട് പ്രകാരം കോക്സ് ബസാർ ജില്ലയുടെ കിഴക്കൻ തീരത്തുള്ള സിൽഖാലിയിൽ ഒരു സപ്ലൈ ബേസ് നിർമ്മിക്കാനും സൈന്യം പദ്ധതിയിട്ടിരുന്നു. ഇത് ഒരു സപ്ലൈ ബേസായി വർത്തിക്കും. 2025 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വഖാർ ഉസ്സമാൻ നേരിട്ട് സിൽഖാലിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഈ സപ്ലൈ ബേസിനായി സ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തതായിട്ടാണ് വിവരങ്ങൾ. ടെക്നാഫിന് 30 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന സിൽഖാലി ബംഗാൾ ഉൾക്കടലിലെ ഒരു ചെറിയ റവന്യൂ ഗ്രാമമായിട്ടാണ് അറിയപ്പെടുന്നത്. പീരങ്കി ആയുധങ്ങൾ, പ്രധാനമായും തുർക്കി നിർമ്മിത ഫീൽഡ് തോക്കുകൾ, ആന്റി ടാങ്ക് ഗൈഡഡ് ആയുധങ്ങൾ, മോർട്ടാറുകൾ, ചെറിയ ആയുധങ്ങൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശ് ആർമി ഒരു ഫീൽഡ് ഫയറിംഗ് റേഞ്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. തുർക്കിയിൽ നിന്ന് പുതിയ ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാനുള്ള പദ്ധതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ തുർക്കി ആയുധങ്ങൾ വിന്യസിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. എന്തായാലും ബംഗ്ലാദേശിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും വളരെ നിരീക്ഷണ ബുദ്ധിയോടെ തന്നെയാണ് ഇന്ത്യ എപ്പോഴും നോക്കുന്നത്. കാരണം ഏത് രീതിയിലാണ് ബംഗ്ലാദേശ് ഇന്ത്യക്ക് പണി കൊടുക്കുക എന്നത് ഇന്ത്യക്ക് തന്നെ അറിയാം. അത് നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ സജീവ ജാഗ്രത എപ്പോഴും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും അതിർത്തിയിൽ, അതുപോലെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്തായാലും ഇപ്പോൾ സൈനിക ക്യാമ്പ് നിർമ്മിക്കുന്നതിലൂടെ അതിനോടൊപ്പം തുർക്കിയും റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ഒക്കെ അവിടെ ഒത്തുചേർക്കുന്നതിലൂടെ ബംഗ്ലാദേശിന്റെ ഈ നടപടിയെ വളരെ ജാഗ്രതയോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.